ഉപ്പൂറ്റി വേദന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവും. റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ രോഗപ്രതിരോധ സംവിധാനത്തെ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. അതിന് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. സാധാരണ ചെരുപ്പുകളുടെ ഇപ്പോൾ ഒരു ഓർത്തോ ചപ്പൽ എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന പല ചപ്പലുകളും MCR ചപ്പലുകളല്ല. രണ്ടാമത്തേത് അക്യൂലസ് ടെൻഡിനൈറ്റിസ് എന്ന് പറയും. നമ്മുടെ കാലിലേക്ക് വരുന്ന കുഴിഞ്ഞരമ്പിനുണ്ടാവുന്ന നീർക്കെട്ടാണ്. അപ്പോൾ റെഗുലറായി മരുന്ന് കഴിക്കുക എന്നുള്ളതല്ലാതെ യൂറിക് ആസിഡിന് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. OPയിൽ ഏറ്റവും കൂടുതലായിട്ട് അമ്മമാരും സ്ത്രീകളും വരുന്ന ഒരു കംപ്ലയിൻ്റാണ്, ഡോക്ടറെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് പാദം കുത്തുമ്പോൾ ഭയങ്കര വേദന, എന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോൾ വേദന മാറുന്നു. ഇത് എന്താണ് എന്ന് നമുക്കിന്ന് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് ആൻഡ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. ഉപ്പൂറ്റി വേദന പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. പ്രധാനമായി 2 കാരണങ്ങളാണ്. ഒന്ന് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് അഥവാ കാലിൻ്റെ അടിയിലെ പാടയ്ക്കുണ്ടാകുന്ന നീർക്കെട്ട്, അല്ലെങ്കിൽ അക്യൂലസ് ടെൻഡിനൈറ്റിസ്. അക്യൂലസ് ടെൻഡിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാലിലെ കുഴിഞ്ഞരമ്പ്, അതിനുണ്ടാകുന്ന നീർക്കെട്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഈ ഉപ്പൂറ്റി വേദന വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യത്തേത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ്. നമ്മുടെ ഉപ്പൂറ്റിയുടെ താഴെ ഭാഗത്ത് കാലിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കൈ ഓടിച്ചു കൊണ്ടുവന്നാൽ നമ്മുടെ ഉപ്പൂറ്റിയിലെ താഴെ എത്തുമ്പോൾ നമുക്ക് വേദനയുള്ള ഏരിയ അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ അതേ സ്ഥലത്ത് നമുക്ക് അവിടെ ഒരു പാട പോലെ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പ്രധാനമായ റീസൺ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സാണ്. പണ്ടുള്ള വീടുകൾ ഈ ചാണകം മെഴുകിയ തറകളും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന് ഈ മാർബിൾ ടൈൽ പോലെയുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഹാർഡ് സർഫസ് ആയതുകൊണ്ട് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുതലാണ്. അപ്പോൾ ആ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കൂടുന്നതിലൂടെയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഇന്ന് ആളുകളിൽ ഇത്രയും കോമൺ ആയിട്ട് വരാനുള്ള റീസൺ. ഇതിൻ്റെ ചികിത്സാ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ചപ്പൽ ലഭ്യമാണ്, അതായത് ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് ഒഴിവാക്കാൻ. അതിൽ പലപ്പോഴും ആൾക്കാർക്ക് മിസ്കൺസെപ്റ്റ് പറ്റുന്നത് ഓർത്തോ ചപ്പൽ എന്ന് പറഞ്ഞൊരു ചപ്പൽ വാങ്ങിയിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. MCR ചപ്പൽ, മൈക്രോനൈസ്ഡ് ചപ്പൽ എന്ന് പറഞ്ഞാൽ അതിന് സ്പെസിഫിക് ആയിട്ട് കിട്ടുന്ന ചപ്പൽ തന്നെ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് നമ്മുടെ ഫേഷ്യയിലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രോപ്പറായിട്ടൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലും ഒരു ഫിസിയോതെറാപ്പിൻ്റെ സഹായത്തോടെ മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ്. ഇപ്പോൾ എല്ലാ ഷോപ്പിലും സാധാരണ ചെരുപ്പുകളുടെ ഇപ്പോൾ ഒരു ഓർത്തോ ചപ്പൽ എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്ന പല ചപ്പലുകളും MCR ചപ്പലുകളല്ല. അപ്പോൾ കൃത്യമായ MCR ചപ്പലിൻ്റെ ഉപയോഗവും നീർക്കെട്ടിനുള്ള ടാബ്ലറ്റും കഴിച്ചിട്ട് ഒരു 1 വീക്ക്, അതായത് വീടിനകത്തും പുറത്തും ഉപയോഗിക്കണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ചപ്പൽ, നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മൾ ചപ്പൽ പുറത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് വീടിനകത്ത് നടക്കുമ്പോഴും പുറത്ത് നടക്കുമ്പോഴും നമ്മുടെ പാദത്തിലേക്ക് വരുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമായതുകൊണ്ട് വീടിനകത്തും പുറത്തും നമ്മൾ ഈ MCR ചപ്പൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. MCR ചപ്പൽ എന്ന് പറയുന്നത് അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്തതിന് മാത്രം ഉപയോഗിക്കുക. അതിന് ഒരു വിദഗ്ധൻ്റെ, അത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയോ ഓർത്തോട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഓർത്തോപീഡീഷ്യൻ്റെയോ പ്രിസ്ക്രിപ്ഷനിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചെരുപ്പ് തന്നെ ഉപയോഗിക്കുക. ഈ ഓർത്തോ ചപ്പൽ എന്ന് പറഞ്ഞ് കിട്ടുന്ന ചപ്പൽ ഉപയോഗിക്കാതെ ഈ ചപ്പൽ ഉപയോഗിച്ച് നടക്കുക. ഒരു 1 വീക്ക് മെഡിസിനിലൂടെ പലപ്പോഴും പലരിലും വേദന കുറഞ്ഞു വരുന്നതായി കാണുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ്, അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായത്തിൽ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ലഭ്യമാണ്. നമ്മുടെ ഫേഷ്യ, നേരത്തെ ഞാൻ പറഞ്ഞ ഫേഷ്യയുടെ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വേദന കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിലും മാറാത്ത രോഗികൾക്ക് രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് ചെയ്യാവുന്നത് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ രോഗപ്രതിരോധ സംവിധാനത്തെ നമുക്ക് ഇതിനായി ഉപയോഗിക്കാം. അതിന് ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറയും. നമ്മളൊക്കെ ഇപ്പോൾ ശരീരത്തിലൊരു മുറിവുണ്ടായാലും അത് എങ്ങനെയാണ് കരയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് വന്നിട്ടാണ് നമ്മളത് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഈ നീർക്കെട്ട് വന്ന പാടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് PRP ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ എന്ന ട്രീറ്റ്മെൻറ്റ്. ഇതിന് വളരെയധികം രോഗികൾ, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ വളരെയധികം രോഗികൾക്ക്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ചികിത്സകളിൽ മാറാത്ത രോഗികൾക്ക് ഇങ്ങനെയുള്ള ചികിത്സകൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ റീസെൻറ്റ് അഡ്വാൻസ്മെൻ്റ് ആണ് PRP ട്രീറ്റ്മെൻറ്റും റീജനറേറ്റീവ് മെഡിസിൻ. ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഉള്ള രോഗികളിൽ വളരെ ഫലപ്രദമായ ചികിത്സയായി കണ്ടുവരുന്നുണ്ട്. പിന്നെ വളരെ റെയർ കേസുകളിൽ ഈ ഒരു
12 ഇയേഴ്സ് കരിയറിൽ എനിക്ക് തോന്നുന്നത് ഹാർഡ്ലി ഒരു 1 or 2 പേഷ്യൻറ്റിന് എനിക്ക് സർജറിയിലൂടെ മാത്രം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ റെയറായി മാത്രം വേണ്ടി വരുന്നതാണ്. രണ്ടാമത്തത് അക്ലിസ് ടെൻഡിനൈറ്റിസ് എന്ന് പറയും. നമ്മുടെ കാലിലേക്ക് വരുന്ന കുഴിഞ്ഞരമ്പിനുണ്ടാവുന്ന നീർക്കെട്ടാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. പ്രധാനമായ ഒന്നാണ് യൂറിക് ആസിഡ്. അത് പലപ്പോഴും നമ്മൾ അതിലും ഒരു തെറ്റിദ്ധാരണയുള്ളത്, യൂറിക് ആസിഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ 7 ആയിരിക്കും, 6 ആണ് അതിൻ്റെ അപ്പർ ലിമിറ്റ്. നമ്മൾ അതിന് മെഡിസിൻ കഴിക്കും, ഒരാഴ്ച കഴിഞ്ഞ് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യും, 3 ആവും, അപ്പോൾ നമ്മൾ മരുന്ന് നിർത്തും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം, യൂറിക് ആസിഡ് ഒരിക്കലും നമ്മൾ ഡയബറ്റീസ് പോലെ കണ്ട് ചികിത്സിക്കുന്ന ഒരു അസുഖമല്ല. യൂറിക് ആസിഡ് എപ്പോഴും 7-3 ആകുമ്പോഴോ 3-7 ആകുമ്പോഴോ അതായത് യൂറിക് ആസിഡിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് സിംറ്റംസ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ റെഗുലറായി മരുന്ന് കഴിക്കുക എന്നുള്ളതല്ലാതെ യൂറിക് ആസിഡിന് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. അത് ജന്മനാ തന്നെ അതിൻ്റെ മൂത്രത്തിൽ അത് ഒരു സോലുബിൾ അല്ലാത്ത വേസ്റ്റ് പ്രോഡക്റ്റ് ആയത് കാരണം അതിനെ സോലുബിൾ ആക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്ത് സാന്റീൻ ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. അതായത് അത്രയും നിങ്ങൾ അറിയേണ്ട എങ്കിലും അങ്ങനെ ഒരു സാധനം നമ്മുടെ ശരീരത്ത് ജനിതകപരമായ കാരണം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ മൂത്രത്തിലൂടെ അലിയിച്ച് കളയുകയാണ് സാധാരണ ചെയ്യുക. എന്നാൽ ചില ആളുകളിൽ ജന്മനാ തന്നെ ഈ സാന്റീൻ ഓക്സിഡേസിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും 40 വയസ്സിൽ എന്തുകൊണ്ട് വന്നു എന്ന്. കാരണം 40 വയസ്സിലാണ് നമുക്ക് കൂടുതൽ ശരീരത്ത് ഡെഡ് സെൽസ് ഉണ്ടാകുന്നത്. കാരണം 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും അത്രയും യൂറിക് ആസിഡ് ശരീരത്തിൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. കാരണം സെൽസ് ഡാമേജസ് കുറവാണ്. ഈ സെല്ല് ഡാമേജ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയത് കാരണം 40 വയസ്സോ 35 വയസ്സോടെ എത്തുമ്പോഴത്തേക്കിന് യൂറിക് ആസിഡിൻ്റെ അളവ് ഭയങ്കരമായിട്ട് ശരീരത്തിൽ പ്രൊഡക്ഷൻ കൂടുകയും എന്നാൽ നമ്മുടെ ശരീരത്തുള്ള സാന്റീൻ ഓക്സിഡേസിന് ഇതിനെ മൂത്രത്തിലൂടെ അലിയിച്ച് കളയാൻ സാധിക്കാതെ വരികയും അത് പല ഭാഗങ്ങളിൽ ജോയിൻറ്റുകളിൽ എസ്പെഷ്യലി ജോയിൻറ്റുകളിൽ ഉപ്പുറ്റിയിൽ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുകയും അത് വേദനയ്ക്കൊരു കാരണമായി മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ യൂറിക് ആസിഡ് അല്ലാണ്ട് മറ്റ് കാരണങ്ങൾ നേരത്തെ നമ്മൾ മുട്ടുവേദനയിൽ സംസാരിച്ച റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, എല്ലിനുണ്ടാകുന്ന കട്ടിക്കുറവ്, ഈ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഉപ്പുറ്റി വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും പ്രധാനമായി ഞാൻ പറഞ്ഞ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ആൻഡ് അക്ലിസ് ടെൻഡിനൈറ്റിസ്, അതായത് കുഴിഞ്ഞരമ്പിന് ഉണ്ടാകുന്ന നീർക്കെട്ടം, കാലിൻ്റെ പാദത്തിന് ഉണ്ടാകുന്ന നീരുമാണ് പ്രധാനമായി ഇതിൻ്റെ റീസൺ. ഇത് വളരെ എക്സസൈസിലൂടെയും ചെറിയൊരു മരുന്നിലൂടെയും മാറ്റാൻ കഴിയുന്നതാണ്. എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ആരോഗ്യ വിദഗ്ധരെ കണ്ട് പ്രോപ്പർ ചികിത്സ നേടുക.